കൂട്ടുകാരെ, എല്ലാവർക്കും സ്റ്റഡി ടേബിളിലേക്ക് സ്വാഗതം. 10ലെ ക്ലാസ്സൊക്കെ തുടങ്ങി. ഏതായാലും ഒപ്പം നമുക്കും ക്ലാസ് എടുത്തു പോകാം. ഇംഗ്ലീഷാണ് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഓരോ പ്രോസും പോയവും എല്ലാം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരുന്നതാണ്. ഓരോ ചാപ്റ്ററും വലുതായതിനാൽ പാർട്ട് തിരിച്ചായിരിക്കും എടുക്കുന്നത്. ഓരോ പ്രോസിൻ്റെയും പോയത്തിൻ്റെയും മലയാളം വ്യക്തമായി പറഞ്ഞു തരുന്നതാണ്. ഇതോടൊപ്പം ഗ്രാമറും എടുക്കുന്നതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അഥവാ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഭാഗം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര് ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്നാണ്. വാട്ട് യു മീൻ ബൈ ഗ്ലിംസസ്? യെസ്, ഗ്ലിംസസ് മീൻസ് എ മൊമെൻ്ററി ഓർ എ പാർഷ്യൽ വ്യൂ. അതാണ് ഗ്ലിംസസിൻ്റെ മീനിങ്. എ മൊമെൻ്ററി ഓർ എ പാർഷ്യൽ വ്യൂ, ഒരു ക്ഷണിക ദൃശ്യം അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു നോട്ടം. ആൻഡ് ഹിയർ ഗ്രീൻ റെഫേഴ്സ് ടു നേച്ചർ. ഗ്രീൻ നേച്ചറിനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രകൃതിയിലേക്കൊരു നോട്ടം എന്നാണ് ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്നുകൊണ്ടിവിടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് പേജ് നമ്പർ 8. Here is a picture and there is a haiku. We can read the haiku. The mountain mist hovering over the pines and ponds unveils the heaven. The mountain mist. മിസ്റ്റ് എന്നുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് മൂടൽ മഞ്ഞ്. എ ഫോം ഓഫ് സ്നോ. ഹോവറിംഗ് ഓവർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എബവ് ദ പൈൻസ് ആൻഡ് പോൺസ്. ഹോവറിംഗ് ഓവർ ദ പൈൻസ് ആൻഡ് പോൺസ്. അൺവെയിൽസ് ദ ഹെവൻ. അൺവെയിൽസ് മീൻസ് ഓപ്പൺ ടു റിമൂവ് ദ കവർ. അൺവെയിൽസിൻ്റെ മീനിങ് ആണ് ഓപ്പൺ ടു റിമൂവ് ദ കവർ. ദിസ് ഈസ് എ ഹൈക്കു. Then I will say the definition of haiku. Haiku is a type of short poem originally from Japan. It is arranged in 3 lines and has no rhyme. ഇതാണ് ഹൈക്യുവിൻ്റെ ഡെഫിനിഷൻ. ഞാൻ ഒന്നും കൂടെ പറയാം. ഹൈക്യു ഈസ് എ ടൈപ്പ് ഓഫ് ഷോർട്ട് പോയം ഒറിജിനലി ഫ്രം ജപ്പാൻ. ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ 3 lines ആൻഡ് ഹാസ് നോ റൈം. ഇതാണ് ഹൈക്യുവിൻ്റെ ഡെഫിനിഷൻ. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ലുക്ക് അറ്റ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ സ്റ്റോറി. നേച്ചർ ഈസ് ഫോർ ഓൾ ലിവിങ് ബീങ്സ്. മാൻ ഷുഡ് ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. ഹാർമണി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരുമ അല്ലെങ്കിൽ യൂണിറ്റി. ബീയിങ് വൺ വിത്ത് നേച്ചർ ഈസ് ഓൾവേസ് മെസ്മറൈസിങ്. മെസ്മറൈസിങ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിൻ്റെ അർത്ഥം മോഹിപ്പിക്കുന്ന. Have you ever got a chance to spend your leisure time with nature? Let's read how a boy experienced and blended with the essence of nature. Adventures in a banyan tree. Adventures in a banyan tree. It is written by റസ്കിൻ ബോണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ റസ്കിൻ ബോണ്ടിനെ കുറിച്ച് ഒരു പ്രൊഫൈൽ തയ്യാറാക്കണം ഹോംവർക്കായിട്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് റസ്കിൻ ബോണ്ടിൻ്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം. ദോ ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ വെർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ. ദ മാഗ്നിഫിഷ്യൻറ്റ് ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈൻ ചീഫ്ലി ബിക്കോസ് ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് of 65 could no longer climb it. ഇതിൻ്റെ മലയാളം ഞാൻ വായിക്കാം. ഇന്ത്യയിലെ ഞങ്ങളുടെ വീടും പറമ്പുമെല്ലാം മുത്തച്ഛൻ്റെ ആധിപത്യത്തിലായിരുന്നുവെങ്കിലും അതീവ പ്രൗഢിയോടെ നിന്നിരുന്ന ആൽമരം എൻ്റേതായിരുന്നു. കാരണം 65-ാം വയസ്സിൽ മുത്തച്ഛന് അതിൽ കയറാനാവില്ലായിരുന്നു.
ഡൊമെയിൻ. ഡൊമെയിൻ്റെ മീനിങ് ആധിപത്യം എന്നാണ് ഡൊമെയിൻ്റെ മീനിങ്. ഇനി അടുത്ത പാരഗ്രാഫ് വായിക്കാം. Grandmother used to tease him about this and would speak of a certain Countess of Desmond, and an English woman who lived to the age of 117 and would have lived longer if she hadn't fallen while climbing an apple tree. ഇതിൻ്റെ മലയാളം ഞാൻ പറഞ്ഞുതരാം. മുത്തശ്ശി പലപ്പോഴും ഇതിൻ്റെ പേരിൽ മുത്തച്ഛനെ കളിയാക്കാറുണ്ടായിരുന്നു. 117 വയസ്സുവരെ ജീവിച്ച ഒരു ആപ്പിൾ മരത്തിൽ കയറുമ്പോൾ വീണു ആയില്ലായിരുന്നെങ്കിൽ വീണ്ടും വളരെ കാലം ജീവിക്കുമായിരുന്ന ഡെസ്മണ്ടിലെ പ്രഭുയെക്കുറിച്ചാണ് മുത്തശ്ശിയുടെ പരാമർശം. ഇതിനകത്ത് ടീസ് എന്ന വാക്കിൻ്റെ അർത്ഥം ടു ലാഫ് അറ്റ് somebody, to annoy, for embarrass them. ഇനി അടുത്ത പാരഗ്രാഫ് വായിക്കാം. The spreading branches of the banyan tree which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. The tree was older than the house, older than grandfather, as old as the town of Dehra, nestling in a valley at the foot of Himalayas. പടർന്നു നിൽക്കുന്ന ആലിൻ കൊമ്പുകൾ മണ്ണിലേക്ക് വളഞ്ഞ് വേരുറപ്പിച്ച് കമാനങ്ങളുടെ കുറുക്കുവഴികൾ തീർത്തിരുന്നത് എനിക്ക് അതിരില്ലാത്ത സന്തോഷം പ്രദാനം ചെയ്തിരുന്നു. ആൽമരത്തിന് വീടിനേക്കാൾ പ്രായമുണ്ടായിരുന്നു. മുത്തച്ഛനേക്കാൾ പ്രായമുണ്ടായിരുന്നു. ഹിമാലയൻ താഴ്വരയിൽ സ്വസ്ഥമായി നിലകൊണ്ടിരുന്ന ദഹ്റ പട്ടണത്തോളം പ്രായമുണ്ടായിരുന്നു ഈ ആൽമരത്തിന് എന്നാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞത്. ഇതാണ് ഇതിൻ്റെ മലയാളം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനകത്ത് മെയ്സ് ഓഫ് ആർച്ചസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്, മെയ്സ് എന്ന് വെച്ചാൽ ഇറ്റ് മീൻസ് കൺഫ്യൂസിങ് നെറ്റ്വർക്ക് ഓഫ് പാത്സ്. അതാണ് മെയ്സിൻ്റെ അർത്ഥം. നെക്സ്റ്റ് പാരഗ്രാഫ് വായിക്കാം. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്വിറൽ, arching his back and sniffing into the air. He seemed at first to resent my invasion of his privacy, but when he found that I did not arm myself with a catapult or air gun, he became friendlier, and when I started leaving him pieces of cake and biscuit, he grew bolder and finally became familiar enough to take food from my hands. ഇതിൻ്റെ മലയാള ഭാഗം ഞാൻ വായിക്കാം. എൻ്റെ ആദ്യത്തെ ചങ്ങാതിയും സുഹൃത്തും ഒരു തവിട്ട് നിറമുള്ള അണ്ണാനായിരുന്നു. മുതുകു വളച്ച് അന്തരീക്ഷത്തിൽ മണം പിടിച്ച് അവൻ്റെ സ്വകാര്യതയിൽ കടന്നു കയറിയതിൻ്റെ എതിർപ്പ് അവൻ പ്രകടിപ്പിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ കൈവശം തെറ്റാലിയോ എയർഗണ്ണോ ഇല്ലെന്ന് കണ്ടപ്പോൾ അവൻ സൗഹൃദമുള്ളവനായി. സ്നിഫിംഗ് എന്ന് വെച്ചാൽ സ്മെല്ലിംഗ് എന്നാണ് അതിൻ്റെ അർത്ഥം. സ്നിഫിംഗ്, സ്മെല്ലിംഗ്. കാറ്റാപ്പൾട്ട് എന്ന് വെച്ചാൽ തെറ്റാലി അഥവാ അമ്പെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അങ്ങനെ കാറ്റാപ്പൾട്ട് എന്ന് വെച്ചാൽ തെറ്റാലി എന്നാണ് അർത്ഥമാക്കുന്നത്. Before long, he was delving into my pockets and helping himself to whatever he could find. He was a very young squirrel, and his friends and relatives probably thought him headstrong and foolish for trusting a human. അതിൻ്റെ മലയാളം ഞാൻ വായിക്കാം.
ഞാൻ അവന് കേക്കിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയും കഷ്ണങ്ങൾ കൊടുത്തു തുടങ്ങിയപ്പോൾ അവൻ കൂടുതൽ ധൈര്യവാനായി. ഒടുവിൽ എൻ്റെ കയ്യിൽ നിന്ന് ആഹാരമെടുക്കാൻ മാത്രം അവന് ഇണക്കമുള്ളവനായി. അധികം താമസിയാതെ എൻ്റെ പോക്കറ്റിൽ പരതാനും അവിടെ നിന്ന് കിട്ടുന്ന എന്തും തിന്നാനും തുടങ്ങി. അവൻ ചെറുപ്രായത്തിലുള്ള ഒരണ്ണാനായിരുന്നു. ഒരു മനുഷ്യനെ വിശ്വസിക്കുന്ന അവൻ തന്നിഷ്ടക്കാരനും വിഡ്ഢിയുമാണെന്ന് അവൻ്റെ കൂട്ടുകാരും ബന്ധുക്കളും കരുതി കാണും. ഡെൽവിങ് എന്ന് വെച്ചാൽ ടു സെർച്ച് തറോലി ആൻഡ് കെയർഫുള്ളി, വളരെ ശ്രദ്ധയോടെ തപ്പുക. ഇതാണ് ഡെൽവിങ്ങിൻ്റെ അർത്ഥം. ടു സെർച്ച് തറോലി ആൻഡ് കെയർഫുള്ളി. ഹെഡ്സ്ട്രോങ്, സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന ആൾ. അതാണ് ഹെഡ്സ്ട്രോങ്ങിൻ്റെ മലയാളം മീനിങ്. സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നയാൾ. ഫിഗ്. അടുത്ത പാരഗ്രാഫ് വായിക്കാൻ പോവുകയാണ്. ഇൻ ദ സ്പ്രിംഗ്, when the banyan tree was full of small red figs, birds of all kinds would flock into its branches. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastors, and parrots and crows, squabbling with each other all the time. During the fig season, the banyan tree was the noisiest place on the road. അതിൻ്റെ മലയാളം ഞാൻ വായിക്കാം. വസന്തകാലത്ത് ആൽമരത്തിൽ ചുവന്ന പഴങ്ങൾ നിറയുമ്പോൾ എല്ലാത്തരം പക്ഷികളും ആലിൻ കൊമ്പുകളിലേക്ക് പറന്നെത്തുമായിരുന്നു. അടിഭാഗം ചുവന്ന ബുൾബുൾ, ഉന്മേഷവാന്മാരും ആർത്തിയുള്ളവരും ചെലപ്പന്മാരുമായിരുന്ന റോസി പാസ്റ്റേഴ്സും തത്തകളും കാക്കകളും സദാസമയം തമ്മിൽ കശപിശ കൂട്ടിക്കൊണ്ടിരിക്കും. പഴങ്ങളുടെ കാലത്ത് വഴിയിലെ ഏറ്റവും ശബ്ദമുള്ള സ്ഥലം ആൽമരമായിരുന്നു. ഇതാണ് അതിൻ്റെ അർത്ഥം. സ്ക്വാബ്ലിംഗ് എന്ന് വെച്ചാൽ ഇറ്റ് മീൻസ് എ മൈനർ ഫൈറ്റ് ഓർ ആർഗ്യുമെൻറ്റ്. സ്ക്വാബ്ലിങ്ങിൻ്റെ മീനിങ് ആണ് എ മൈനർ ഫൈറ്റ് ഓർ ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഇന്ന് ഇത്ര എടുക്കുന്നുള്ളൂ. ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ആൻസേഴ്സും സൈഡിൽ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ 4 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് വെർ ഓഫ് ഗ്രാൻഡ്ഫാദേഴ്സ് ഡൊമൈൻ, ബട്ട് ദ മാഗ്നിഫിഷ്യൻ്റ് ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈൻ. വൈ ഡിഡ് ദ ബോയ് സേ സോ? അതിൻ്റെ ഉത്തരമാണ് ദ ബോയ് സെഡ് സോ ബിക്കോസ് ഹിസ് ഓൾഡ് ഗ്രാൻഡ് ഫാദർ കുഡ് നോട്ട് ക്ലൈംബ് ദ ട്രീ. ഇതാണ് അതിൻ്റെ ഉത്തരം, ഒന്നാമത്തേതിൻ്റെ ഉത്തരം. ദ ബോയ് സെഡ് സോ ബിക്കോസ് ഹിസ് ഓൾഡ് ഗ്രാൻഡ് ഫാദർ കുഡ് നോട്ട് ക്ലൈംബ് ദ ട്രീ. ഇനി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, ഹൗ ഡിഡ് ദ സ്ക്വിറൽ ബിക്കം എ ഫ്രണ്ട് ഓഫ് ദ ബോയ്? The boy gave the squirrel pieces of cake and biscuit. His friendly approach towards the squirrel made it become a friend of the boy. ഒന്നുകൂടെ വായിക്കാം. The boy gave the squirrel pieces of cake and biscuit. His friendly approach towards the squirrel made it become a friend of the boy. മൂന്നാമത്തെ ചോദ്യം, what did the friend of the squirrel think about his friendship with a human? What might have made them think so? അതിൻ്റെ ഉത്തരമാണ് The squirrel was very young. His friends thought that he was disobedient and foolish for trusting a human. They thought that it was a dangerous friendship, as humans were often unfriendly to them. ഒന്നും കൂടെ വായിക്കാം. The squirrel was very young. His friends thought that he was disobedient and foolish for trusting a human. They thought that it was a dangerous friendship, as humans were often unfriendly to them. നാലാമത്തെ ചോദ്യം, how was the banyan tree became the noisiest place during the fig season? അതിൻ്റെ ഉത്തരമാണ് during the fig season all kind of birds flocked into its branches to eat the fruit. They often quarreled over fruits.
making the place very noisy. ഒന്നും കൂടെ വായിക്കാം. During the fig season, all kinds of birds flocked into its branches to eat the fruit. They often quarreled over fruits, making the place very noisy.